Hi everyone. Speed control of three-phase induction motors using variable voltage, variable frequency drives. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിനി നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഡി സി ഡ്രൈവിൻ്റെ പാരാമീറ്റർ സെറ്റിങ്സും ഡി സി ഡ്രൈവിൻ്റെ ഓപ്പറേഷൻസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പാരാമീറ്റർ സെറ്റിങ്സ് ഓഫ് ഡി സി ഡ്രൈവ്. ഒരു ഡി സി ഡ്രൈവിൻ്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് ഡി സി ഡ്രൈവിൻ്റെ അകത്തുള്ളത്? നമുക്കറിയാം, ഒരു ഡി സി മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ബേസ് സ്പീഡ് വരെ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോളും ബേസ് സ്പീഡിന് ശേഷം എബവ് ദ ബേസ് സ്പീഡ് ഫീൽഡ് കൺട്രോളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമുക്കവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ഒന്ന്, ആർമേച്ചർ വോൾട്ടേജ്. ദ സ്പീഡ് ഓഫ് ദ ഡി സി മോട്ടോർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആർമേച്ചർ വോൾട്ടേജ്. ഡി സി മോട്ടോറിൻ്റെ സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ വോൾട്ടേജ് ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫീൽഡ് കറണ്ട് IF. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്പീഡ് N ഈസ് ഈക്വൽ ടു ഓർ N ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB ബൈ IF എന്നായിരുന്നു. ദെൻ ആർമേച്ചർ കറണ്ട് IA ഈസ് പ്രൊപ്പോർഷണൽ ടു മോട്ടോർ ടോർക്ക്. മോട്ടോറിൻ്റെ ടോർക്ക് T എന്തിന് പ്രൊപ്പോർഷണലാണ്? ആർമേച്ചർ കറണ്ട് IAക്ക് പ്രൊപ്പോർഷണലാണ്. ദെൻ അടുത്ത നമുക്ക് ബേസിക് ഓപ്പറേറ്റർ പാനലിൻ്റെ കീപാഡ് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ബേസിക് ഓപ്പറേറ്റർ പാനൽ, ഡ്രൈവിൻ്റെ ബേസിക് ഓപ്പറേറ്റർ പാനലിൻ്റെ ഫിഗറാണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് LCD ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദി പാരാമീറ്റർ. ഫ്രണ്ട് പാനലിലാണ് നമുക്ക് ഈ കീപാഡ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ LCD ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദി പാരാമീറ്റർ. മേലെയായിട്ട് LCD ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. അതിലാണ് 4 ലൈനുള്ള LCD ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മുടെ സാധാരണ മോണിറ്റർ ചെയ്യാറുള്ളത് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ്. അതുപോലെ ഡ്രൈവിൻ്റെ സ്റ്റാറ്റസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഈ LCD മോണിറ്ററിൻ്റെ അകത്താണ്. ഇനി ടു സ്റ്റാർട്ട് ദ മോട്ടോർ ഓൺ കീ ഈസ് ടു ബി പ്രസ്ഡ് ആൻഡ് ടു സ്റ്റോപ്പ് ദ മോട്ടോർ ഓഫ് കീ ഈസ് ടു ബി പ്രസ്ഡ്. തന്നിട്ടുള്ള ഫിഗറിനകത്ത് നമുക്കറിയാം, തന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ റെഡ് LED, ഗ്രീൻ LED, താഴെ ഓൺ കീ, ഓഫ് കീ, എൻജിൻ കീ, അങ്ങനെ ഇത്രയും കീസാണ് ലെഫ്റ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഓൺ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ആവും, ഓഫ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ ഓഫ് ആവും. ഇനി നമുക്ക് ജോഗ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എൻജിൻ ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ജോഗ് എഴുതിയിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാവും. ഇനി ദർ ഈസ് എ കീ P ഗിവൺ ഫോർ ദി ഓപ്പറേറ്റർ ഇൻ്റർഫേസ്. ഓപ്പറേറ്റർ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് P എന്ന് പറയുന്ന ഒരു കീ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഓപ്പറേറ്റർക്ക് ഈ മോട്ടർ അല്ലെങ്കിൽ ഡ്രൈവിനെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കീ ആണേത്? P എന്ന് പറയുന്ന കീ. അതിന് ഓപ്പറേറ്റർ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കീ ആണ് P. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കണ്ടോ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ 4 കീ കാണിച്ചിട്ടുണ്ട്. ഒന്ന് റിവേഴ്സിങ് കീ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്, പിന്നെ അപ്പ് കീ ഉണ്ട്, ഡൗൺ കീ ഉണ്ട്, കൂടെ ബോൾഡ് ചെയ്തിട്ട് നമുക്കൊരു P എന്ന് പറയുന്ന കീയും കൂടെ തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ P എന്ന് പറയുന്ന കീ ഉപയോഗിച്ചിട്ട് പാരാമീറ്റേഴ്സ് വരി ചെയ്യണം നോക്കാം. ചേഞ്ചിങ് ഓവർ ദ പാരാമീറ്റർ സെറ്റിംഗ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ദിസ് കീ ഇൻ അസോസിയേഷൻ വിത്ത് അപ്പ് കീ ആൻഡ് ഡൗൺ കീ. ആ ട്രയാങ്കിളിൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുള്ളത് ഒന്ന് അപ്പ് കീയും പിന്നെ ഇൻവേർട്ടഡ് പോലെ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഡൗൺ കീയുമാണ്. അപ്പം നമ്മൾ ഈ P എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിയുമ്പം ഓരോ പാരാമീറ്റേഴ്സായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമ്മൾ ആദ്യമേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് ലൈക്ക് വോൾട്ടേജ്, കറണ്ട്, ടോർക്ക് എക്സെട്ര വിൽ ബി ഡിസ്പ്ലേഡ് ബൈ ടേൺ ഓൺ ഈച്ച് പ്രസ്സിങ് ഓഫ് P കീ ബട്ടൺ. P കീ ബട്ടൺ നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ആദ്യം വോൾട്ടേജ്, ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ കറണ്ട്, ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പം ടോർക്ക്, അങ്ങനെ ഓരോ പാരാമീറ്റേഴ്സായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ദി അപ്പ് ആൻഡ് ഡൗൺ കീസ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വാല്യൂസ്. അപ്പം നമ്മൾ ആദ്യം P പ്രസ് ചെയ്തു, അപ്പോൾ വോൾട്ടേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഫോർ എക്സാമ്പിൾ അങ്ങനെ ആലോചിക്കാം, ആദ്യമേ P പ്രസ് ചെയ്തു, സോ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് വോൾട്ടേജിൻ്റെ വാല്യൂ കാണിച്ചു. അപ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു 415 വോൾട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്തു, അതിനെ ഇൻക്രീസ് ചെയ്യണം, ഒരു 420 വോൾട്ടിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ അപ്പ് എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി 420 വരെ ആക്കാം. ഇനി അത് കുറയ്ക്കാനാണെങ്കിൽ കുറച്ച് കുറയ്ക്കാനുള്ള നമുക്ക്
ഡൗൺ കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെ വാല്യൂ കുറയ്ക്കാനും സാധിക്കും. ഇനി അതുപോലെ തന്നെ പി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടോ ടോർക്കോ വേറെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ കാണിക്കും. അതും ഇതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ദ ന്യൂമറിക്കൽ കീസ് ആർ ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ടു എൻ്റർ ദ വാല്യൂസ് ഡയറക്ട്ലി. ഇതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 415 വോൾട്ട് എന്നൊരു വാല്യൂ നമുക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിൽ ന്യൂമറിക്കൽ കീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പാനലിൽ. ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഒരു 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂമറിക്കൽ കീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂമറിക്കൽ കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എത്രയാണോ നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത് ആ വാല്യൂ നമുക്ക് കൊടുക്കാനും സാധിക്കും. Then LED indicators are provided to indicate the status of the drive. ഇനി ഡ്രൈവിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? LED ഇൻഡിക്കേറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഗ്രീൻ LED ഇൻഡിക്കേറ്റ്സ് ദ റണ്ണിങ് സിസ്റ്റം ഈസ് റണ്ണിങ്, വെറാസ് ദ റെഡ് LED ഇൻഡിക്കേറ്റ്സ് വെൻ ഫോൾട്ട് ഈസ് ഒക്കേർഡ്. സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗ്രീൻ LED ബ്ലിങ്ക് ചെയ്യും. ഇനി സിസ്റ്റത്തിൽ ഫോൾട്ടുകൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? റെഡ് LED ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. Then programming of the DC drive is possible through personal computer PC. നമുക്കറിയാം ഈ DC ഡ്രൈവ് ഇതെല്ലാം ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. ഇതിനകത്തേക്ക് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ പ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്. ഫോർ ദിസ് പർപ്പസ് എ കണക്ടർ ഫോർ കണക്റ്റിംഗ് PC ത്രൂ ഇൻ്റർഫേസിംഗ് കേബിൾ ഇസ് പ്രൊവൈഡഡ് അറ്റ് ദ റിയർ പാനൽ. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. റിയർ പാനലിനകത്ത് നമുക്ക് കേബിൾ എക്സ്റ്റേണൽ കണക്ടർ കമ്പ്യൂട്ടറിലേക്ക് ഒരു കണക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 9 പിന്നുള്ള ഒരു പ്ലഗ് പോയിൻ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിനകത്ത് നമുക്ക് കാണാം 9 പിന്നുള്ളൊരു പോയിൻ്റ്. ആ പോയിന്റിലേക്ക് നമുക്കൊരു കണക്ടർ വെച്ചിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തിട്ട് ആ പ്രോഗ്രാമിനെ നമുക്ക് ഈ കൺട്രോൾ പാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റർ പാനലിലേക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. സോ മോട്ടറിലേക്ക് നമുക്കതുപോലെ AC ഡ്രൈവിനെ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ കമ്പ്യൂട്ടറിനെ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻ ഓഫ് ദ മോട്ടോർ ത്രൂ DC ഡ്രൈവ്. ഒരു DC ഡ്രൈവ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മോട്ടോറിനെ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത് നോക്കാം. നമുക്കതിൻ്റെ കൺട്രോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ബേസിക് ഓപ്പറേറ്റർ പാനലിൻ്റെ കൺട്രോൾ അറേഞ്ച്മെൻറ്റാണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് മേലെ തന്നിട്ടുള്ള L1 L2 L3 ഇൻപുട്ട് 3 ഫേസ് ഇൻപുട്ട് 415 വോൾട്ട് 3 ഫേസ് AC 50 ഹെർട്സിന് സപ്ലൈന് നമ്മൾ L1 L2 L3 തന്നിട്ടുള്ള 3 പിന്നിലേക്ക് അല്ലെങ്കിൽ 3 ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ആർമേച്ചർ എവിടെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്? A1നും A2നും എക്രോസ് ആയിട്ട് താഴെ A1 പ്ലസും A2 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസ് 2 സപ്ലൈ ലൈൻസ് ഉണ്ട്, ടെർമിനൽസ് ഉണ്ട്. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ആർമേച്ചറിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ B0 B1 ഫിഗറിൽ 8081 എന്നാണ് തന്നിട്ടുള്ളത്, തെറ്റാണ്. B0 B1 എന്നാണ്. B0 B1 എന്ന് പറയുന്ന പ്ലസ് മൈനസ് ഇട്ട് 2 ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആർമേച്ചർ കണക്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ അതിലേക്കായിരിക്കും നമ്മൾ ഫീൽഡ് കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. The equipment ground conductor must be connected to the controller mounting panel. ഈ എക്യുപ്മെൻറ്റിൻ്റെ മൊത്തമായിട്ടുള്ള ഗ്രൗണ്ടിങ് കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യണം? അത് കൺട്രോളറിൻ്റെ മൗണ്ടിങ് പാനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. പ്രോപ്പർ എർത്തിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Separate equipment grounding conductors from other major components like motor, drive enclosure, isolation transformer case. If using നമ്മൾ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന് കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ in the system must also be connected continuously to a control connection point. അപ്പോൾ അതിൻ്റെ മൗണ്ടിങ് പാനലിൻ്റെ പുറത്ത് മാത്രം നമുക്കങ്ങനെ ഗ്രൗണ്ടിങ് കൊടുത്താൽ പോരാ. സെപ്പറേറ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് ഗ്രൗണ്ടിങ് കൊടുക്കണം. മേജർ കമ്പണൻസ് ഏതൊക്കെയാണ്? മോട്ടോർ, അതുപോലെ ഡ്രൈവ് എൻക്ലോഷർ, ഡ്രൈവിൻ്റെ പുറത്തുള്ള എൻക്ലോഷർ, ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കേസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഗ്രൗണ്ടിങ് കണ്ടക്ടേഴ്സ് കൊടുത്തിട്ട് അതിനെ കണ്ടിന്യൂസ്ലി നമ്മളൊരു കൺട്രോൾ കണക്ഷൻ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോപ്പർലി എല്ലാ എക്യുപ്മെൻറ്റ്സിനും പ്രോപ്പർ ഗ്രൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദി AC ഇൻപുട്ട് ഈസ് പ്രൊവൈഡഡ് should match the voltage and frequency given on the controller's nameplate. ഇനി നമ്മൾ കൊടുക്കുന്ന AC ഇൻപുട്ട് അത് കൺട്രോളറിൻ്റെ നെയിം പ്ലേറ്റിനകത്തൊരു വോൾട്ടേജും ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ടാവും. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന AC ഇൻപുട്ട് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഇംപ്രോപ്പർ വോൾട്ടേജ് മേ ഡാമേജ് ദ എക്യുപ്മെൻറ്റ്. ഇനി ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു വോൾട്ടേജ് അതല്ലാതെ ഒട്ടും മാച്ച് ആവാത്തൊരു വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ് ഡാമേജ് ആവും. ഇനി ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കറണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലോ? ഇൻസഫിഷ്യൻറ്റ് കറണ്ട്, അതായത് വേണ്ടത്ര കറണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിൽ കോസ് ദ ഇറാറ്റിക് ഓപ്പറേഷൻ ഓഫ് ദ ഡ്രൈവ് അബ്നോർമലായിട്ട് പെരുമാറാൻ തുടങ്ങും. ആൻഡ് ദ ഷീൽഡഡ് കേബിൾ ഈസ് റെക്കമെൻഡഡ് ഫോർ ദ ടാക്കോമീറ്റർ ആൻഡ് ഓൾ ലോ ലെവൽ സിഗ്നൽ സർക്യൂട്ട് ടു എലിമിനേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ്.
ഈ ഒരുപാട് വയറുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഒരുമിച്ച് വരുമ്പം അവിടെ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫറൻസ് വരുന്നത് പോലെ 2 ഇലക്ട്രിക്കൽ ലൈൻസ് ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെ ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. 2 ലൈൻസ് ആകുമ്പോൾ അതിനകത്തോട്ട് കറണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും തമ്മിലൊരു ഇൻ്റർഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ടാക്കോമീറ്ററിൻ്റെ കണക്ഷൻസും അതുപോലെ ലോ ലെവൽ സർക്യൂട്ടിൻ്റെ കണക്ഷൻസ് എല്ലാം അതിൻ്റെ കണ്ടക്ടേഴ്സ് എല്ലാം പ്രോപ്പർലി ഷീൽഡ് ചെയ്ത കേബിൾസാണ് അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇനി സ്പീഡ് അഡ്ജസ്റ്റിംഗ് പൊട്ടൻഷ്യോമീറ്റർ മേ പ്രൊവൈഡഡ് ടു വേരി മോട്ടോർ സ്പീഡ് ബൈ കൺട്രോളിംഗ് ആർമേച്ചർ ഇൻപുട്ട് വോൾട്ടേജ് ആഫ്റ്റർ ദി കൺട്രോളർ ഹാസ് ബീൻ സ്റ്റാർട്ടഡ്. ഒരു സ്പീഡ് അഡ്ജസ്റ്റിംഗ് പൊട്ടൻഷ്യോമീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മോട്ടോറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ. മോട്ടോറിൻ്റെ സ്പീഡ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണേ? ബൈ കൺട്രോളിംഗ് ആർമേച്ചർ ഇൻപുട്ട് വോൾട്ടേജ് ആഫ്റ്റർ ദ കൺട്രോളർ ഹാസ് ബീൻ സ്റ്റാർട്ടഡ്. കൺട്രോളർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആർമേച്ചറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മോട്ടോറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡ് അഡ്ജസ്റ്റിംഗ് പൊട്ടൻഷ്യോമീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, കൺട്രോളർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആർമേച്ചറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്തുകൊണ്ട് മോട്ടോറിൻ്റെ സ്പീഡ് വേരി ചെയ്യാം. അങ്ങനെയാണ് നമ്മളതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റിംഗ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ സം ടൈംസ് ടോർക്ക് അഡ്ജസ്റ്റിംഗ് പൊട്ടൻഷ്യോമീറ്റർ മേ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ദ സ്പീഡ് അഡ്ജസ്റ്റിംഗ് പൊട്ടൻഷ്യോമീറ്റർ. ചില കേസുകൾ എന്ത് ചെയ്യും? സ്പീഡ് അഡ്ജസ്റ്റിംഗ് പൊട്ടൻഷ്യോമീറ്ററിന് പകരം ടോർക്ക് അഡ്ജസ്റ്റിംഗ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺട്രോൾസ് മോട്ടോർ ടോർക്ക് ബൈ കൺട്രോളിങ് ദ DC കറണ്ട് ഇൻ ദ മോട്ടോർ ആർമേച്ചർ. മോട്ടോറിൻ്റെ ആർമേച്ചറിൽ DC കറണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കറിയാം നമ്മളതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരാമീറ്റർ എന്തായിരുന്നു? സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB/IF. അതായത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫീൽഡ് അവിടെ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ ആർമേച്ചർ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ടോർക്ക് പൊട്ടൻഷ്യോമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മോട്ടോർ ആർമേച്ചറിൻ്റെ കറണ്ട് DC കറണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. സ്റ്റാർട്ടിങ് ആൻഡ് കൺട്രോളിങ് ദി സ്പീഡ് ഓഫ് ദ DC മോട്ടറിൻ്റെ സ്പീഡും അതുപോലെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ അതുപോലെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഈ കൺട്രോൾ പാനലിൻ്റെ അതിൽ ബേസിക് ഓപ്പറേറ്റർ പാനലിനകത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഓൺ ബട്ടൺ നമ്മൾ BOPയിലെ ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യും. ഡിസയേർഡ് സ്പീഡ് ക്യാൻ ബി അറ്റൈൻഡ് ബൈ യൂസിങ് P ബട്ടൺ ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ കീ ബട്ടൺസ്. നമ്മൾ പറഞ്ഞു നേരത്തെ ഡിസയേർഡ് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ P എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തിട്ട് സ്പീഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഡിസ്പ്ലേക്കകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് വരെ സ്പീഡിൻ്റെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് വരെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. സ്പീഡിൻ്റെ വാല്യൂസ് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വേരി ചെയ്യാൻ സാധിക്കും. ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ സ്റ്റോപ്പ് ചെയ്യും. ബട്ട് AC ലൈൻ വോൾട്ടേജ് റിമെയിൻസ് കണക്റ്റഡ് ടു ദ കൺട്രോളർ ആൻഡ് ഫുൾ ഫീൽഡ് വോൾട്ടേജ് ഈസ് പ്രസൻറ്റ്. നമ്മൾ ഓഫ് ബട്ടൺ കൊടുത്താൽ മോട്ടോർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും AC ലൈൻ വോൾട്ടേജ് കൺട്രോളറിൻ്റെ അക്രോസ് തന്നെ റിമെയിൻ ചെയ്യും. AC റിമെയിൻസ് കണക്റ്റഡ് ടു ദി കൺട്രോളർ ആൻഡ് ഫുൾ ഫീൽഡ് വോൾട്ടേജ് ഈസ് പ്രസൻറ്റ്. ഫുൾ ഫീൽഡ് വോൾട്ടേജും അവിടെ പ്രസൻ്റ് ആയിരിക്കും. ഈ കേസിൽ ആർമേച്ചർ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് 0 ആയി മാറും. മോട്ടോർ സ്റ്റോപ്പ് ചെയ്യുമ്പം ആർമേച്ചർ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് 0 ആവും. ഇനി നമ്മൾ വീണ്ടും വെൻ പ്രസ്സിങ് ദി ഓൺ ബട്ടൺ അഗെയിൻ വീണ്ടും നമ്മൾ ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ വിൽ ആക്സലറേറ്റ് ദ പ്രീസെറ്റ് സ്പീഡ്. നമ്മൾ ലാസ്റ്റിൽ നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെച്ച സ്പീഡ് ഏതാണോ ആ സ്പീഡിലേക്ക് മോട്ടോർ ഡയറക്റ്റായിട്ട് ആക്സലറേറ്റ് ചെയ്തോളും. ലാസ്റ്റിൽ നമ്മൾ ഏത് സ്പീഡിൽ വെച്ചിട്ടാണോ മോട്ടറിനെ കൺട്രോൾ ചെയ്ത് വെച്ചത് ആ സ്പീഡിലേക്ക് തന്നെ മോട്ടോർ വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് ആക്സലറേറ്റ് ചെയ്യും. ഇഞ്ചിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെൽസിനകത്ത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള മൂവ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ടൈം മൂവ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിങ് ഓപ്പറേഷൻ കൊടുക്കാം. ഇഞ്ചിങ് ഓപ്പറേഷൻ കൊടുക്കാൻ എന്താ ചെയ്യുക? ജോഗ് എന്ന് പറയുന്ന ബട്ടൺ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ജോഗ് ബട്ടണിനെ ജോഗ് പൊസിഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചിങ് ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ദ കൺട്രോളർ വിൽ ഓപ്പറേറ്റ് ഓൺലി ആസ് ലോങ് ആസ് ദി ഓൺ ബട്ടൺ ഈസ് ഹെൽഡ് പ്രസ്ഡ്. ആ ഓൺ ബട്ടൺ ഓൺ ആയിട്ടിരിക്കുന്ന ആ സമയത്തേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മളെ കൺട്രോളർ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഇനി ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാന്ന്? എ റിവേഴ്സിംഗ് സ്വിച്ച് മേ പ്രൊവൈഡഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ മോട്ടോർ.
നമ്മുടെ പി അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ കീസൊക്കെ തന്നതിൻ്റെ കൂടെ ഒരു റിവേഴ്സിങ് ഓപ്പറേഷനും വേണ്ടിയിട്ടുള്ള ഒരു റിവേഴ്സിങ് സ്വിച്ചും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് സ്വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ചേഞ്ചിങ് ദ പൊളാരിറ്റി അറ്റ് ദ മോട്ടോർ ആർമേച്ചർ കണക്ഷൻ. ഈ സ്വിച്ച് എന്തിനുള്ളതാണ്? നമ്മൾ മോട്ടോറിൻ്റെ ആർമേച്ചർ കണക്ഷൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മോട്ടോറിൻ്റെ റൊട്ടേഷൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആർമേച്ചർ കണക്ഷൻ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ റിവേഴ്സിങ് ബട്ടൺ നമ്മൾ സ്വിച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ റിവേഴ്സിങ് ബട്ടൺ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ടും ഈ പൊളാരിറ്റി ചേഞ്ചിങ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ മോട്ടർ ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ എന്ത് ചെയ്യും? ഫോർവേഡ് ഡയറക്ഷനിലാണ് കറങ്ങുക. ഇനി നമുക്കതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓൺ ബട്ടണിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പ്രസ് ഓഫ് ബട്ടൺ ഓഫ് ചെയ്തിട്ട് എൻഷുർ ദാറ്റ് ദ മോട്ടർ ഇസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്. മോട്ടർ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം റിവേഴ്സ് ബട്ടൺ ഓൺ ചെയ്യാം. എന്നിട്ട് ഓൺ ബട്ടൺ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ റിവേഴ്സ് ഡയറക്ഷനിൽ തിരിയാൻ തുടങ്ങും. ദ റിവേഴ്സ് കീ ഹാസ് എ പ്രൊവിഷൻ വിച്ച് പ്രിവെൻറ്റ്സ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ ഡയറക്ഷൻ ടു ദി അതർ. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് മറ്റൊരു ഡയറക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒഴിവാക്കാനുള്ളൊരു സംവിധാനം റിവേഴ്സ് കീയുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ആദ്യമേ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും റൺ ചെയ്യുക. അതിന് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ മോട്ടോർ ഓഫ് ചെയ്ത് സപ്ലൈ എല്ലാം കട്ടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റിവേഴ്സ് ബട്ടൺ ഓൺ ചെയ്ത് അതിനെ റിവേഴ്സിലേക്ക് ആക്കിയതിൻ്റെ ശേഷം നമ്മളതിനെ വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ റിവേഴ്സ് ഡയറക്ഷനിൽ കറങ്ങാൻ തുടങ്ങും. നമ്മൾ പ്രിക്കോഷൻസ് ഡ്യൂറിങ് ഇൻസ്റ്റാളേഷൻ, കണക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ DC ഡ്രൈവ്. ഒരു DC ഡ്രൈവ് കണക്ട് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: എൻഷുർ ഓൾ സ്ക്രൂസ് ആർ ടൈറ്റൻ ടു ദ പ്രോപ്പർ ടോർക്ക് റേറ്റിംഗ്. പ്രോപ്പർ ടോർക്ക് റേറ്റിംഗിലേക്കാണ് എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ ടോർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഡ്യൂറിങ് ഇൻസ്റ്റലേഷൻ ഫോളോ ഓൾ ലോക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് സേഫ്റ്റി കോഡ്സ്. എല്ലാ ലോക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് സേഫ്റ്റി കോഡ്സും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത്. എൻഷുർ ദാറ്റ് ദ അപ്രോപ്രിയേറ്റ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആർ കണക്റ്റഡ് ബിറ്റ്വീൻ ദ പവർ സപ്ലൈ ആൻഡ് ദ ഡ്രൈവ്. DC ഡ്രൈവിൻ്റെയും പവർ സപ്ലൈൻ്റെയും ഇടയ്ക്ക് എല്ലാ അപ്രോപ്രിയേറ്റ് പ്രൊട്ടക്റ്റീവ് ഡിവൈസും നമ്മൾ കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ DC ഡ്രൈവിനേക്ക് എക്സ്ട്രാ വോൾട്ടേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ DC ഡ്രൈവിന് കേട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പോലെ എല്ലാ പ്രൊട്ടക്റ്റീവ് ഡിവൈസും ഇവിടെയും മോട്ടോർ സപ്ലൈ DC ഡ്രൈവിൻ്റെയും പവർ സപ്ലൈൻ്റെയും ഇടയ്ക്ക് നമ്മൾ കൊടുക്കണം. ലൈക്ക് സർക്യൂട്ട് ബ്രേക്കർ, MCB, ഫ്യൂസസ് ഒക്കെ പോലെയുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. മേക്ക് ഷുവർ ദാറ്റ് ദ ഡ്രൈവ് ഈസ് പ്രോപ്പർലി എർത്ത്. ഡ്രൈവ് പ്രോപ്പർലി എർത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഡു നോട്ട് അറ്റാച്ച് ഓർ റിമൂവ് വയറിംഗ് വെൻ പവർ ഇസ് അപ്ലൈ ടു ദ DC ഡ്രൈവ്. നമ്മൾ DC ഡ്രൈവിലേക്ക് പവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡു നോട്ട് അറ്റാച്ച് ഓർ റിമൂവ്, അതായത് DC ഡ്രൈവിലേക്ക് പവർ കൊടുത്തിരിക്കുന്ന സമയത്ത് ഒരിക്കലും അറ്റാച്ച് ചെയ്യാനോ എന്തെങ്കിലും അതിലേക്ക് അറ്റാച്ച് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പാടില്ല. വയറിംഗ് അറ്റാച്ച് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പാടില്ല.